ഏവർക്കും സ്വാഗതം, വണക്കം, നമസ്കാരം. എല്ലാ നന്മയും നേർന്നുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒന്നുപോലെ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ അപര്യാപ്തമായ വിധത്തിലാണെങ്കിൽ പോലും നിങ്ങളോടൊപ്പം ഒന്ന് ഒരുമിച്ച് ചിന്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതെന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിശ്വവിഖ്യാതമായ ഒരു സംഭവം, അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ വിചാരണയുടെ പശ്ചാത്തലത്തിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദന്മാർക്ക് കൊടുക്കുന്ന ഒരു അവസരം. എന്താണ് ആ അവസരം? നിങ്ങൾക്ക് ആരെ തിരഞ്ഞെടുക്കണം? രണ്ട് സാധ്യതകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നസ്രയനായ യേശുവിനെ വേണമോ, അല്ല ബറബാസിനെ വേണമോ? ഇത് നാം അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ രണ്ട് വ്യക്തികൾ ഉണ്ട്, അവരിൽ ആരെയെങ്കിലും തിരഞ്ഞെടുക്കുന്നു എന്നതല്ല ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. നിങ്ങൾക്ക് ഏത് പ്രകാരമുള്ള നേതൃത്വമാണ് താല്പര്യം? ഏത് തരത്തിലുള്ള നേതാക്കന്മാരെയാണ് നിങ്ങൾ കൂടുതൽ കാംക്ഷിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. യേശു ഒരു സ്വകാര്യ വ്യക്തിയായിരുന്നില്ല, ബറബാസും ഒരു സ്വകാര്യ വ്യക്തിയായിരുന്നില്ല. അവർ രണ്ടുപേരും പൊതു ഇടങ്ങളിൽ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളുകളാണ്. രണ്ട് വ്യത്യസ്തമായ വഴിയിൽ കൂടെ സഞ്ചരിച്ചു എന്ന് മാത്രം. അങ്ങനെ രണ്ട് വഴികളുണ്ട് എന്ന് യേശു പർവ്വതപ്രസംഗത്തിൽ പ്രസ്താവിച്ചത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളുണ്ട് എന്ന് നമുക്ക് ഏവർക്കും ബോധ്യമുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. എങ്കിലും ഇതിനെപ്പറ്റി വേണ്ടതുപോലെ ഒരു പരിഗണിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് യേശുവും ബറബാസും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് അല്പം പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ട് വ്യത്യസ്തമായ സാധ്യതകളാണല്ലോ പൊന്തിയോസ് പീലാത്തോസ് യഹൂദന്മാരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് നേതൃത്വ മാതൃകയെ തിരഞ്ഞെടുക്കും? യേശു എപ്രകാരമുള്ള നേതൃത്വമാണ് അവലംബിച്ചത്, അല്ലെങ്കിൽ അവതരിപ്പിച്ചത്, അന്ത്യം വരെയും നിലനിർത്തിയത് എന്ന സുവിശേഷങ്ങൾ നമ്മെ നന്നേ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനേറെ പറയേണ്ടു, സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകുകയും മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന, അത് അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുകയും എന്നേക്കുമായി അത് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. തൻ്റെ മേൽ അക്രമം അനീതിപരമായ ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാളെടുത്ത പത്രോസിനോട് വാൾ ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും എന്ന് പറഞ്ഞ യേശു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും എന്ന് പറഞ്ഞ നസ്രയനായ യേശു, ആ യേശുവിനെ നിങ്ങൾക്ക് വേണോ? അല്ല ബലപ്രയോഗത്തിൻ്റെയും അക്രമത്തിൻ്റെയും ചോര ചിന്തുന്നതിൻ്റെയും മാർഗത്തിൽ സഞ്ചരിക്കുന്ന നേതൃത്വം, അതിൽ കൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ അല്പം വിജയിച്ച വ്യക്തിയാണ് ബറബാസ്. ആ ബറബാസിനെ നിങ്ങൾക്ക് വേണമോ? ഇത് അന്ന് മാത്രം ഉന്നയിക്കപ്പെട്ട ചോദ്യമല്ല. ചരിത്രം അവസാനിക്കുന്നത് വരെയും ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി അവസാനിക്കുകയില്ല എന്നതാണ് അല്പം ചരിത്രബോധമുള്ളവർ പെട്ടെന്ന് മനസ്സിലാകുന്നത്. ആ ഒരു തലത്തിലാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ നാം ഇപ്പോൾ ശ്രമിക്കുന്നത്.
ഇതിൻ്റെ സമകാലീന പ്രസക്തി അറിയുന്നതിന് നമുക്ക് 2 ഉദാഹരണങ്ങൾ ഒന്ന് പരിഗണിക്കാം. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് പല സംഭവങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. അതിലിപ്പോൾ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അതിൻ്റെ ഭാവിയെപ്പറ്റിയുമൊക്കെ ഗംഭീരമായ ചർച്ച നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ് അങ്ങനെയുള്ള തലയെടുപ്പുള്ള ആളുകൾ അവരുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അല്പം അകലെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഒരു ആടിന് ആഹാരം കൊടുക്കുന്ന ഒരു മഹാത്മാവുണ്ടായിരുന്നു. അതൊരു പക്ഷേ പലരും അത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് കിറുക്കാണോ എന്ന് ചോദിക്കാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള കിറുക്കന്മാരെ കൊണ്ട് ലോകത്തിന് നന്മയുണ്ടാകുകയുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ആടിൻ്റെ വിശപ്പിൻ്റെ വിളി കേൾക്കുന്നത്. അതറിഞ്ഞ യേശു അതിമനോഹരമായ ഈ ആശയത്തെ ഒരു ഉപമയിൽ കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതാണ് കാണാതെ പോയ ആടിൻ്റെ ഉപമ. ഒരുത്തിന് 100 ആടുണ്ടായിരുന്നു, അതിൽ 1 കാണാതെ പോയി. 1 ആ 99നെയും വിട്ട് കാണാതെ പോയ ആടിനെ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന വലിയ കരുതലിൽ ഒരുപക്ഷെ തേങ്ങുന്ന ഹൃദയവുമായി ഭയന്ന് വിറച്ച് നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയനുണ്ട്. ആ ഇടയൻ്റെ ഒരു ചെറിയ പ്രതിച്ഛായ ആടിന് ആഹാരം കൊടുക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തിരിച്ചറിഞ്ഞൊരു മഹാത്മാവ്. ഇതൊക്കെയും കാലത്തിൻ്റെ വിവിധ കോണുകളിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ദൈവികമായ ദർശനത്തിൽ ഇവർ തോളോട് തോള് ഒരുമി നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം അങ്ങനെ ഒരു മഹാത്മാവ് ഗുജറാത്തിൽ പിറന്നവനാണ്. അതേ ഗുജറാത്തിൽ പിറന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം തൻ്റെ നേതൃത്വത്തിൻ്റെ പ്രത്യേകതയായി അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കത് ആവർത്തിക്കാനുള്ള അവകാശമുള്ളത്. ഞാൻ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു. ഞാൻ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി 18 മണിക്കൂർ അധ്വാനിക്കുന്നു. ഞാൻ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാനുഷികമായ എല്ലാ അനുഭവങ്ങളെയും മാറ്റി നിർത്തി രാവും പകലും ഒരു യന്ത്രം പോലെ അധ്വാനിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മണിപ്പൂർ കത്തിച്ചാമ്പലായാലും അവിടെ പോകുവാൻ സമയമില്ല. നാം അത് മനസ്സിലാക്കണം. ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് കരുതുന്ന ഒരു ഹൃദയത്തിൽ മണിപ്പൂർ കത്തിച്ചാമ്പലായാലും അവിടെ പോയി സമാധാനം സ്ഥാപിക്കുവാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കേണ്ട ഒരു സാധ്യതയും ഉദിക്കുകയില്ല. ഇതെല്ലാം പരസ്പര ബന്ധമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 വ്യത്യസ്തമായ നേതൃത്വ മോഡലുകളാണ്, മാതൃകകളാണ് നമ്മളിവിടെ കാണുന്നത്. മഹാത്മാഗാന്ധിയുടെ മോഡൽ, നരേന്ദ്രമോദിയുടെ മോഡൽ. ഇത് രണ്ടും ഒരിക്കലും ഒരേ വഴിയിൽ സഞ്ചരിക്കാവുന്ന മോഡലുകളല്ല, മാതൃകകളല്ല. അപ്പോൾ നാം ഏത് തരത്തിലുള്ള നേതൃത്വത്തെയാണ് അല്ലെങ്കിൽ നേതാക്കന്മാരെയാണ് തിരഞ്ഞെടുക്കുന്നത്? നാം ഇപ്പോൾ ജനായത്ത രീതിയിൽ വസിക്കുന്നവരാണല്ലോ, നമുക്ക് വോട്ട് അവകാശമുണ്ടല്ലോ. വോട്ടിടാൻ അവകാശമുണ്ട് എന്നതുകൊണ്ട് ആ വോട്ട് ഉപയോഗിച്ച് നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ അത് നമ്മുടെ നന്മയ്ക്ക് ഉതകുന്നതായി തീരണമെന്നേ ഇല്ല. നാം ആർക്ക് വേണ്ടി വോട്ട് കൊടുക്കുന്നു, നാം ഏത് തരത്തിലുള്ള നേതാക്കന്മാരെ കാംക്ഷിക്കുന്നു, എപ്രകാരമുള്ളവരാണ് നമ്മുടെ നേതാക്കന്മാർ. ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പാർലമെൻറ്റിലും സ്റ്റേറ്റ് അസംബ്ലികളിലും ജനപ്രതിനിധികളായി വന്നവരിൽ 35% ആളുകൾക്കും വളരെ കാര്യമായ ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. 2024 ഇലക്ഷൻ നിങ്ങൾ നോക്കിയാൽ അതിൽ
സ്ഥാനാർത്ഥികളായി വന്നവരിൽ 25% കൂടുതൽ ആളുകൾക്ക് നല്ല ക്രിമിനൽ റെക്കോർഡുണ്ട്. ജയിച്ചവരിലും അതേ ആനുപാതികമായി ക്രിമിനൽ റെക്കോർഡുള്ളവരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? 2000 വർഷങ്ങൾക്ക് മുൻപ് പൊന്തിയോസ് പീലാത്തോസ് യഹൂദന്മാർക്ക് കൊടുത്ത ആ ഒരു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ലേ? നിങ്ങൾക്ക് നസ്രയനായ മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്ത് ഊണിലും ഉറക്കത്തിലും മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച നസ്രയനായ യേശുവിനെ വേണമോ? അല്ല ബലപ്രയോഗത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച് മറ്റുള്ളവർക്ക് ഭീതി ജനിപ്പിക്കത്തക്കവണ്ണം എല്ലാവരുടെയും ഭയത്തിൻ്റെ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ബറബാസിനെ വേണമോ? ആരെ വേണം? ആർക്ക് വോട്ട് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ജനായത്ത രീതിയിൽ നേതൃത്വം എപ്രകാരം രൂപീകരിക്കപ്പെടും, ആവിഷ്കരിക്കപ്പെടും എന്ന ചോദ്യത്തിൻ്റെ എന്നേക്കുമായ ഉത്തരമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ബറബാസിന് മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല, യേശുവിനെ സംബന്ധിച്ചോ അവനെ ക്രൂശിക്കുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, സാധാരണ ആളുകളെ കരുതുന്നവർ, സ്നേഹം, കരുണ, നീതി, അനുകമ്പ, സേവന മനോഭാവം, ഇതൊക്കെ നല്ലതാണ്. നാം ഏവരും സ്വീകരിക്കേണ്ട ആ കാഴ്ചപ്പാടാണ്, ആചരിക്കേണ്ട ജീവിതചര്യയാണ്, ആത്മീയമായ സംസ്കാരമാണ് എന്ന് വിശ്വസിക്കുന്നവരെ പപ്പു ഖിപ്പു എന്ന് പറഞ്ഞ് കളിയാക്കുകയല്ലാതെ, അതേസമയം തന്നെ വളരെ ക്രൂരതയോടുകൂടെ യാതൊരു വൈകാരികമായ മൃദുലതയുമില്ലാതെ തൻ്റെ ലക്ഷ്യത്തെ വളരെ സാമർഥ്യത്തോടെ നിഷ്കരുണം പിന്തുടരുന്ന ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ സമുന്നത നേതാവായും ദൈവതുല്യമായ ആരാധനാപാത്രമായും തീരും എന്നത് എക്കാലത്തും നിലനിന്നിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എന്ന് പറയുമ്പോൾ പലർക്കും രോഷം ഉണ്ടാകും, ജ്വരമുണ്ടാകും എന്നെനിക്കറിയാം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നമുക്ക് നമ്മുടെ ഭവനത്തിൽ തന്നെ, ആത്മീയ ഭവനത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. എപ്രകാരമുള്ള ആളുകളാണ് പല സഭകളിലും, ഞാൻ ഇന്ന സഭയിൽ എന്ന് പറയുന്നില്ല, പല സഭകളിലും എപ്രകാരമുള്ള ആളുകളാണ് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നേതൃത്വ സ്ഥാനത്തേക്ക് വരികയും ദൈവനാമത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട് കസേര പ്രാപിക്കുകയും ചെയ്യുന്ന ആളുകളിൽ എത്ര പേരിൽ നിങ്ങൾ മാനുഷികമായ മൃദുലതയും യേശുവിൽ കണ്ട അനുകമ്പയും ആ വിനയവും സൗമ്യ സ്വഭാവവും നിങ്ങൾ കാണുന്നുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും സങ്കല്പത്തിൽ ഒരുത്തരൊരു ബെത്രാനായി കഴിഞ്ഞാൽ അവനിൽ നിന്ന് മാനുഷികമായ ഒരു കരുതലും ഒരു മൃദുലതയും ഒരു സൗന്ദര്യവും ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ സൗമ്യതയോടെ അല്ലെങ്കിൽ എളിമയോടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ കരുതി ഒക്കെ കഴിയുന്നൊരു ബിഷപ്പ് വെറും മണ്ടനാണ് എന്ന ധാരണയാണ് ബഹുഭൂരിപക്ഷവും സുറിയാനി ക്രിസ്ത്യാനിക്കുള്ളത് എന്ന് എനിക്ക് നന്നേ ബോധ്യമുണ്ട്. ഒരു സമർത്ഥനായ ബിഷപ്പ് അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് എങ്ങനെ ആയിരിക്കണം എന്ന നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ധാരണകൾ ഒന്ന് പരിശോധിച്ചാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ പുരോഹിതനായിരുന്നു. എൻ്റെ ഡൽഹി ഡയസസിലാണ് എൻ്റെ ഓർഡിനേഷൻ നടന്നത്. അവിടെ 4 ബിഷപ്പന്മാരെ എനിക്ക് കാലാകാലങ്ങളിൽ പരിചയപ്പെടാനിടയായിട്ടുണ്ട്. അതിലൊരൊറ്റ ബിഷപ്പ് മാത്രമേ ദൈവഭക്തിയും അല്പം സത്യസന്ധതയും ആത്മാഭിമാനവും ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് മക്ബൂൽ കേലബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ ബിഷപ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന സുനിൽ കേലബ്. ഞാൻ കണ്ടിട്ടുള്ള ബിഷപ്പന്മാർ, നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുള്ള ബിഷപ്പന്മാരിൽ അല്പം സത്യസന്ധതയും ദൈവഭയവുമുള്ള ഒരു വ്യക്തി
മക്ബൂൾ കേലബ് മാത്രമായിരുന്നു. അദ്ദേഹത്തെ ആ കസേരയിൽ നിന്ന് ഇറക്കി അങ്ങ് ദൂരെ പർവ്വതത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ കഥ അവസാനിപ്പിക്കുകയാണ്. കാരണം അങ്ങനെ സത്യസന്ധമായ ആളുകൾ, എളിമയായി പ്രവർത്തിക്കുന്ന ആളുകൾ, ദൈവഭയമുള്ളവർ, കൈ കറപുരല്ലാതെ കാത്തു സൂക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് പ്രവർത്തിക്കാവുന്ന, പിടിച്ചു നിൽക്കാവുന്ന ഒരു ഇടമല്ല ഇത്. ഇങ്ങനെ അനേക സംഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല സംഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായ അറിവുള്ളത്, ഇതുവരെ പൊതുരംഗത്ത് പരാമർശിക്കപ്പെടാത്ത പല കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും. ഞാനായിട്ടത് പറയുന്നില്ല. എന്നാൽ നാം ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭാ തലത്തിൽ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് സാധാരണ ജനത്തിനുള്ള ദൈവഭയമോ മനുഷ്യരോടുള്ള കരുതലോ മാനുഷികമായ മറ്റു ഗുണങ്ങളോ ഇല്ലാത്തവരാണ്. യാതൊരു സംശയവുമില്ല. അത് യേശു അന്ന് തന്നെ നമുക്ക് വാർണിംഗ് തന്നതാണ്. യെരുശലേം ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ സംഭാവനകളിടാൻ വരുന്നവരുടെ ഇടയിൽ ഒരു വിധവയുണ്ടായിരുന്നു. യേശുവിൻ്റെ ശ്രദ്ധ അവളിലാണ്. അവളിലുള്ള മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം മറ്റാരിലും അവിടെ കണ്ടില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അന്നത്തെ പുരോഹിത വർഗത്തെപ്പറ്റി യേശു എങ്ങനെയാണ് പരാമർശിച്ചതെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ കുറേനക്കാരി സ്ത്രീ, അവളിലുള്ള വിശ്വാസത്തെ എത്ര അത്ഭുതത്തോടു കൂടെയാണ് യേശു കണ്ടത്. ശതാധിപനെയും അങ്ങനെയല്ലയോ? സാധാരണക്കാരായ ആളുകളെ അത്ഭുതത്തോടെ കാണുകയും മത തലപ്പത്തിരിക്കുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യേണ്ട ഗതികേട് എങ്ങനെയാണ് ഉണ്ടായത്? അന്നും ഇന്നും ഒരേ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. പക്ഷേ നാം ഇത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലും എക്കാലത്ത് മനുഷ്യജാതിയുടെ ചരിത്രത്തിൽ നിലനിന്നിട്ടുള്ളതും മതമേഖലയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ്, നാം ഏത് തരത്തിലുള്ള നേതാക്കന്മാരെ ആണ് തിരഞ്ഞെടുക്കുന്നത്, സ്വീകരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അനുസരിക്കുന്നത്. നേതൃത്വത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അപകടം നിറഞ്ഞതാണ് എന്നത് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. ഒരു നേതാവ് എപ്രകാരമായിരിക്കണമെന്ന് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് നസ്രയനായ യേശുവാണ്. എന്നാൽ ആ മാതൃക പിൻപറ്റുവാൻ രാഷ്ട്രീയത്തിലുള്ളവർ പോട്ടെ, മതത്തിലുള്ളവർ, ക്രിസ്തീയ മതത്തിലുള്ളവർ, സഭാ നേതൃത്വം തുനിയാതെ അതിന് പകരം വർഷത്തിലൊരിക്കൽ ആരെങ്കിലും പിടിച്ചവിടെ കാലും കൈയും കഴുകുക, കൈയില്ല ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, കാല് കഴുകുക, അതോടുകൂടെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ കാലത്തെ ആവിഷ്കാരമായി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു നാണമില്ലാത്ത തൊലിക്കട്ടി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, അത് കാണുമ്പോൾ എല്ലാം മറന്ന് ഇതാ ആധുനിക പരിശുദ്ധന്മാർ നമ്മുടെ ഇടയിൽ എങ്ങനെയോ പുല്ല് കളിക്കുന്ന പോലെ ഇതാ കളിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന സാധാരണ ക്രിസ്ത്യാനിയുടെ ഈ മൊണ്ണത്തരം, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനതിനെപ്പറ്റി അല്പം ഒരു എന്താ പറയുന്നത്, ഒരു ഈർഷ്യ, ഒരു അലോസരം അനുഭവിക്കുന്നത്. നാം ബറബ്ബാസിനെയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ കൂടെ നാം വിളിച്ചു വരുത്തുന്ന പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ് എൻ്റെ മാതൃസഭ. അതിൽ സൗത്ത് കേരള ഡയസസിൻ്റെ ബിഷപ്പായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ കോർട്ട് ഇടപെട്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടു, അല്ലെ ഇറങ്ങത്തില്ല. 16 ക്രിമിനൽ കേസും കൊണ്ട് വളരെ മാന്യനായിട്ട് നടക്കുകയാണ്. എല്ലാവരെയും ചവിട്ടി മെതിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. അദ്ദേഹം ചുമ്മാതെ തവള ചാടുന്ന പോലെ ചാടി കസേര കയറി ഇരുന്നതല്ല, ജനങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ഒരു പുരോഹിതനായി ദീർഘനാൾ സേവനം അനുഷ്ഠിച്ച് എല്ലാവരുടെയും
കയ്യടി വാങ്ങിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യമാണ് എല്ലാ സഭകളിലും നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. വക്രതയുള്ളവർ, കുതികാല് വെട്ടാൻ കഴിവുള്ളവർ, മനസാക്ഷിയില്ലാത്തവർ, നല്ല നല്ല അഭിനയ പാഠവുമുള്ളവർ, സത്യത്തോട് കലശലായ വിരക്തിയുള്ളവർ, ഇങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷം ആളുകളും രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും നേതൃത്വ സ്ഥാനത്തേക്ക് കുതിച്ചു ചാടുന്നത് എന്ന് നമുക്ക് അറിയാൻ വയ്യാത്തവരല്ല. പക്ഷേ അതിൻ്റെയൊക്കെ വേര് നിൽക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ മനസ്സിൽ, മനുഷ്യ സ്വഭാവം എന്ന് പറയുക, ഹ്യൂമൻ നേച്ചർ, അതിലുള്ള ഭീകരമായ പാളിച്ചയാണ്. ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം എന്ന നിർബന്ധം കൊണ്ടാണ് യേശുവിൻ്റെ വിചാരണ മധ്യേ ഇങ്ങനെ ഒരു സംഭവം പ്രത്യേകമായ ഊന്നലോടുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെ വേണം? ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ? അതിൻ്റെ ഉത്തരം അന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ആ ഉത്തരത്തിന് മാറ്റമില്ല എന്ന് അറിഞ്ഞിട്ടും ഞാനത് വീണ്ടും ഒന്ന് പരാമർശിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം, അങ്ങനെ ബറബാസന്മാരെ നമ്മുടെ നേതാക്കന്മാരായി അവരോധിച്ച ശേഷം അവരിൽ നിന്ന് സൽഭരണവും ആത്മീയമായ പ്രചോദനം പ്രദാനം ചെയ്യുന്ന നേതൃത്വവും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു പൊട്ടത്തരം ഒന്ന് അവസാനിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെട്ടത്. ഏതാണ്ട് അത് വ്യക്തമായി എന്ന പ്രതീക്ഷയിൽ അധികം ദീർഘിപ്പിക്കാതെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതുവരെയും ശ്രദ്ധിച്ച, ഈ വിഷയത്തെ പരിഗണിക്കാൻ ധൈര്യം കാണിച്ച ഏവരോടുമുള്ള എൻ്റെ നന്ദി, കടപ്പാട് അറിയിച്ചുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള ഈ യാത്ര നമുക്ക് ഏവർക്കും അതീവമായ സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യത്തിനു വേണ്ടി ദൈവത്തെ സ്തുതിച്ച് ഓരോരുത്തരോടുമുള്ള എൻ്റെ കടപ്പാട് അടിവരയിട്ട് പ്രസ്താവിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മ ആശംസിച്ചുകൊള്ളും.